ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വീക്ക് ഹീറോ ക്ലാസ് സീസൺ 2 ആണ്. ഇതൊരു ആക്ഷൻ ത്രില്ലർ സീരീസ് ആയിരിക്കും. മൊത്തം 8 എപ്പിസോഡുകളാണ് ഇതിലും വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് യൂണിയനിലെ പിള്ളേരെയാണ്. അവിടെ ഒരുത്തനെ നീ ഇപ്പോൾ യൂണിയൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ചെയ്തോളണം എന്ന് പറഞ്ഞ് അടിക്കുന്നുണ്ടാവും. ആ സമയം അവിടേക്ക് സിയോങ് ജെ വരും. അവനെ കണ്ട എല്ലാവരും ഒന്ന് വണക്കം വെക്കും. കൂടെ സിയൂണും ഉണ്ടാവും. അവനേറ്റ് നേരെ ബെയ്ക്കിൻ്റെ അടുത്തേക്കായിരിക്കും ചെല്ലുന്നത്. ആ സമയം അവൻ അവിടെ ഇരുന്ന് പഠിക്കിയിരിക്കും. സിയൂൺ അവനോട്, ഞാൻ ഒറ്റവട്ടമേ പറയൂ, ശ്രദ്ധിച്ചു കേട്ടോ. നിങ്ങളും ബാക്കുവും എന്തു വേണേലും ചെയ്തോ, അതൊന്നും എൻ്റെ വിഷയമല്ല. പിന്നെ എനിക്കിവിടേക്ക് വരേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ ഈ കാര്യം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി എനിക്ക് വരേണ്ടി വന്നു. ഇനി യാങ്സു കിടക്കുന്ന ഹോസ്പിറ്റലിൽ നിങ്ങളെ ആരെയെങ്കിലും കണ്ടാൽ എല്ലാത്തിനെയും ഞാൻ കൊന്നുകളയുമെന്ന് പറയും. എന്നിട്ട് അവൻ ചെയ്തുകൊണ്ടിരുന്ന കണക്കിലെ കുറച്ച് മിസ്റ്റേക്സ് പറഞ്ഞു കൊടുത്ത് അവൻ പോകുന്നു. ബേക്ക്, ഇങ്ങനെ പോയാൽ നിനക്ക് കൊള്ളാം, വെറുതെ ബാക്കുവിൻ്റെ കൂടെ നടക്കാൻ നിൽക്കണ്ട എന്ന് പറയും. എന്നിട്ട് അവൻ പുറത്തേക്കിറങ്ങുമ്പോൾ സിയോങ് ജെ അവനെ വിളിക്കും. നീ ഇങ്ങനെ കണ്ണുരുട്ടി നോക്കാതെ ഇനി അങ്ങനെ നോക്കിയാൽ നിന്റെ കണ്ണ് ഞാൻ പിഴുതെറിയും എന്ന് പറയും. സിയോങ് ജെ ബേക്കിനോട്, നീ അവനെ വെറുതെ അങ്ങ് വിട്ടോ, പിന്നെന്തിനാ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞ്? അപ്പോൾ അത് ഞാൻ നിനക്ക് പറഞ്ഞു തരണോ? അപ്പോൾ നിനക്കെന്താ യുൻജാങ് സ്കൂളിനോട് ഇത്ര താല്പര്യം? ആ സ്കൂൾ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ എന്താ? നിനക്കറിയാം ബാക്കുവിനെ മറികടക്കാൻ നിനക്കാവില്ലെന്ന്. അപ്പോൾ അവൻ്റെ അച്ഛൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മുടെ ആളുകളെ അയച്ചോ എന്ന് ചോദിക്കൂ. ശേഷം ബാക്കു റൂമിൽ പുഷപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. 50, 51, 52 അങ്ങനെ എണ്ണിക്കൊണ്ട്. അപ്പോഴാണ് അവൻ്റെ അച്ഛൻ്റെ മൊബൈലിൽ നിന്നും കോൾ വരുന്നത്. ഓ, ഒരു 5 എണ്ണം കൂടെ എന്ന് പറഞ്ഞ് അതും കഴിഞ്ഞാണ് ആ കോൾ എടുക്കുന്നത്. അതൊരു പോലീസായിരിക്കും. ഞാൻ ഓഫീസർ ഹാനാണ്. നിൻ്റെ അച്ഛൻ ഇപ്പോൾ ഒരു കുഴപ്പത്തിലാണ്, നിനക്ക് ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കും. അവിടെ എത്തുമ്പോൾ പോലീസ് അച്ഛനെ പിടിച്ചുകൊണ്ട് പോകാൻ നിൽക്കുകയാണ്. അയാൾ, ഇവൻ മൈനർ ഒന്നുമല്ല, ഞാൻ അവൻ്റെ ID ചെക്ക് ചെയ്തതാ, അവൻ്റെ ഫോട്ടോയും. അപ്പോൾ അതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ പോയി സംസാരിക്കാമെന്ന് പറയും. അവൻ്റെ അച്ഛൻ മൈനറായ ചെക്കന്മാർക്ക് മദ്യം വിറ്റു എന്ന കേസായിരിക്കും ഉള്ളത്. ആ പയ്യന്മാരും അവിടെ ഉണ്ടാകും. അത് ശരിക്കും ബേക്കിൻ്റെ ടീംസ് ആയിരിക്കും. അവരും സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഒരുത്തൻ ബാക്കുവിനോട്, ബേക്ക് നിന്നെ വല്ലാതെ മിസ് ചെയ്തെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഇത് അവൻ്റെ കളിയാണെന്ന് ബാക്കുവിന് മനസ്സിലാവും. ആ സമയത്ത് തന്നെ അവനെ ബേക്ക് വിളിക്കും. ബാക്കു, നീ എവിടെയാടാ എന്ന് ചോദിക്കുമ്പോൾ, നമുക്ക് നാളെ മീറ്റ് ചെയ്യാം, അഡ്രസ്സ് അയക്കാമെന്ന് പറയും. ശേഷം രാവിലെ അവരുടെ സ്കൂളാണ് കാണിക്കുന്നത്. അവിടെ ബാസ്ക്കറ്റ്ബോൾ ക്ലബ്ബിൽ ഇതൊക്കെ ആലോചിച്ച് കിടക്കുകയാണ് ബാക്കു. മറ്റേ സൈഡിൽ ഹ്യൂൺ ജൂണിനെ ബാസ്ക്കറ്റ്ബോൾ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടേക്ക് സിയൂൺ വരുന്നത്. ഹ്യൂൺ, നീ എന്താ നമ്മുടെ അടുത്തേക്കൊക്കെ? ഞങ്ങളുടെ ടീമിൽ ചേരാൻ വന്നതാണോ? അങ്ങനെ ചേരണമെങ്കിൽ കഠിനമായ പരീക്ഷണം എല്ലാം പാസ്സാവേണ്ടി വരുമെന്ന് തമാശയ്ക്ക് പറയും. അപ്പോൾ ഞാൻ ബേക്കിനെ ഇന്നലെ കണ്ടു എന്ന് പറയും. എന്നിട്ട് എന്തേലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. നിങ്ങൾ തമ്മിൽ എന്തൊക്കെ ചെയ്യുമോ അതൊന്നും എൻ്റെ കാര്യമല്ല. എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കിയേക്ക്. ജൂൺ, നിനക്കെന്താടാ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, ഇവിടെ സംസാരിച്ച് നിൽക്കാൻ ടൈമില്ല, പോയിട്ട് പണിയുണ്ട്, നിങ്ങൾ എൻജോയ് ചെയ്യ്. ഇത് കേട്ട ഹ്യൂൺ, എന്താ ശരിക്കും നിൻ്റെ പ്രശ്നം? ഞങ്ങൾ പറഞ്ഞോ നീ ഞങ്ങളുടെ കൂടെ ചേരാൻ? സിയൂൺ, ശരിയാണ്, അതുകൊണ്ട് നമുക്ക് ഓരോ വഴിക്കങ്ങ് പോകാമെന്ന് പറയും. ഹ്യൂൺ, ഇപ്പോൾ മനസ്സിലായി നീ എന്താ പറഞ്ഞു വരുന്നതെന്ന്. ബാക്കു, ഓക്കെ, എന്നാൽ ഇവിടെ വെച്ച് പിരിയാം. സിയൂൺ, നല്ല കാര്യം എന്നും പറഞ്ഞ് അവൻ പോകും. അപ്പോൾ ജൂൺ പിന്നാലെ ചെന്ന്, നിനക്കെന്താ പറ്റിയെന്ന് എനിക്കറിയില്ല, എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ? അപ്പോൾ അവൻ, എനിക്ക് തനിച്ചിരിക്കുന്നതാണ് കൂടുതൽ കംഫർട്ട് എന്ന് പറയും. ശേഷം ക്ലാസ് എടുക്കുന്ന സമയം സിയൂൺ മൊത്തം തല വെച്ച് കിടക്കുകയായിരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പോകുന്ന വഴിക്ക് വേറെ സ്കൂളിലെ യൂണിയനുള്ള പയ്യന്മാർ അവനോട്, എവിടെ നിൻ്റെ മറ്റേ കൂട്ടുകാർ? അവൻ്റെ ഫോട്ടോ അവന്മാരിലും ഉണ്ടാവും. ബേക്ക് പറഞ്ഞത് ഇവനൊന്നും ചെയ്യരുതെന്നല്ലേ, അതുകൊണ്ട് തന്നെ അവരവിടുന്ന് പോകുന്നു. ശേഷം ക്ലാസ് കഴിഞ്ഞ് ബാക്കുവും ഹ്യൂണും ജൂണും വരും. ഹ്യൂൺ സിയൂൺ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ജൂൺ, അവൻ ക്ലാസ് കഴിഞ്ഞപ്പോഴേ പോയെന്ന് പറയും. പെട്ടെന്ന് ബാക്കു, ഞാൻ ഇന്ന് നേരത്തെ പോവുക, നാളെ കാണാം. അപ്പോൾ നീ ബേക്കിനെ കാണാൻ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ, ഏയ് അങ്ങനെ ഒന്നുമില്ല, നാളെ കാണാമെന്ന് പറഞ്ഞ് അവൻ പോകും. അവിടുന്ന് ഹ്യൂണിനെയും ജൂണിനെയും കണ്ട ആ യൂണിയനിലെ പയ്യന്മാർ അവരെ ഫോളോ ചെയ്യും. എന്നിട്ട് സിയോങ് ജെ വിളിക്കുമെന്ന് പറയും. അങ്ങനെ സിയോങ് ജെ വന്ന് അവരെ ബ്ലോക്ക് ചെയ്യും. കുറേ ആയല്ലോ കണ്ടിട്ട്, നിൻ്റെ കാൽമുട്ടിനിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. പണ്ട് ഇവനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടാകും അവൻ. ഹ്യൂൺ, നീ എന്താ ഇവിടെ? അപ്പോൾ സിയോങ് ജെ, മറ്റേ പുതിയ ചെക്കനവിടെ. സിയൂൺ, എന്താടാ പേടിയാവുന്നുണ്ടോ? ഹ്യൂൺ ജൂണിനോട് അവിടുന്ന് ഓടിപ്പോകാൻ പറയും. ജൂൺ അവിടുന്ന് ഓടുമ്പോൾ 2 പേര് അവനെ പിടിക്കാനായി ഓടും. ബാക്കി 2 എണ്ണത്തിനെ ഹ്യൂണും നോക്കും. സിയോങ് ജെ, ഈ സ്ഥലം അത്ര പോരാ,
നമുക്ക് വേറെ നല്ല സ്ഥലത്തോട്ട് പോകാമെന്ന് പറയും. ശേഷം ജൂൺ ജീവനും കൊണ്ട് അവിടുന്ന് ഓടും. പിടിക്കാനായി പിന്നാലെ 2 ചെക്കന്മാരും ഉണ്ടാവും. അങ്ങനെ അവൻ ഓടി ഓടി ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കും. അവൻ ബാക്കുവിനെ വിളിച്ചു നോക്കുമ്പോൾ അത് സ്വിച്ച് ഓഫ് ആയിരിക്കും. അതുകൊണ്ട് അവൻ സിയൂണിനെ വിളിക്കുന്നു, പക്ഷേ എടുക്കില്ല. എന്നിട്ടൊരു മെസ്സേജ് കാണുമ്പോഴാണ് അവൻ തിരിച്ചു വിളിക്കുന്നത്. പക്ഷേ അവനെ അപകടത്തിലേക്ക് വലിച്ചിടാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവനുള്ള കാര്യം പറയില്ല. ആ സമയത്ത് മറ്റവന്മാർ അവനെ കാണും. അപ്പോൾ ആ ശബ്ദമൊക്കെ കേട്ട സിയൂൺ എന്തോ ഒരു അപകടമുണ്ടെന്ന് മനസ്സിലാവും. എന്നിട്ട് അവനെ അടിക്കുന്ന ശബ്ദമൊക്കെ അവൻ കേൾക്കുന്നുണ്ടാകും. അവൻ നേരെ സ്കൂളിൻ്റെ അവിടേക്ക് ചെല്ലുന്നു. ശേഷം ബാക്കു അവൻ അഡ്രസ്സ് കിട്ടിയ സ്ഥലത്തേക്ക് വരും ബേക്കിനെ കാണാൻ. അവൻ അവിടെ എറിഞ്ഞ് പൊളിക്കാൻ തുടങ്ങും. ബേക്ക് എവിടെയെന്ന് ചോദിക്കും. എന്നിട്ട് അവനെ കാണും. ആ സമയത്തും ബേക്ക് ഇങ്ങനെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബുക്കൊക്കെ വലിച്ചെറിയും. ബാക്കുവിനോട്, നിന്നെ ഞാനിപ്പോഴും ഒരു ഫ്രണ്ടായാണ് കാണുന്നത്. യൂണിയനിൽ ജോയിൻ ചെയ്യുന്നത് നിനക്കും ഗുണമുള്ള കാര്യമാണ്. ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഇതൊരു റെഗുലർ ബിസിനസ്സാക്കി മാറ്റാം. ബാക്കു അവൻ അതിൽ താല്പര്യമില്ലെന്ന് തറപ്പിച്ച് പറയുന്നു. അപ്പോൾ ഹ്യൂണിന് സുഖമല്ലേന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട് ദേഷ്യം വന്ന ബാക്കു അവനെ അടിക്കാൻ നോക്കുമെങ്കിലും അത് ചെയ്യില്ല. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഗ്യാങ് മൊത്തം നിൽക്കുന്നുണ്ടാവും. ബേക്ക് ഏർപ്പാടാക്കിയതാണോ? എനിക്കിപ്പോൾ ടൈം തീരെയില്ല, അതുകൊണ്ട് ഇത് പെട്ടെന്ന് തീർക്കാമെന്ന് പറയും. ശേഷം ഹ്യൂണും സിയോങ് ജെയും തമ്മിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹ്യൂണിന് അവരുമായി പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല. മറുഭാഗത്ത് ബാക്കു എല്ലാത്തിനെയും അടിച്ചിടാൻ തുടങ്ങും. അങ്ങനെ അവൻ നേരെ ഹ്യൂണിൻ്റെ അടുത്തേക്കായിരിക്കും ചെല്ലുന്നത്. ശേഷം സിയൂൺ വരുന്ന വഴിക്ക് കുറച്ച് പിള്ളേർ ഹ്യൂണും സിയോങ് ജെയും തമ്മിലുള്ള ഫൈറ്റിനെ കുറിച്ച് സംസാരിച്ചു പോകുന്നത് അവൻ കേൾക്കും. സിയൂൺ അതിനെപ്പറ്റി അവരോട് ചോദിക്കുന്നു. ശേഷം ഹ്യൂണിനെ തല്ലുന്നത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് നിൽക്കാനാവാത്ത ജൂൺ തടയാൻ ചെല്ലുമ്പോൾ അവർ പിടിച്ചു വെക്കും. എന്നിട്ട് ഹ്യൂണിനെ അടിച്ചൊരു മൂലക്കിരുത്തും. എന്നിട്ടൊരു ഫോട്ടോയും എടുക്കും. ആ നേരത്താണ് അവിടേക്ക് സിയൂൺ വരുന്നത്. സിയോങ് ജെ, നീ എവിടെയായിരുന്നു? ഞാൻ ഒരുപാട് മിസ് ചെയ്തു. അവൻ അടുത്തെത്തിയ ഉടനെ സിയൂൺ പേനയെടുത്തു. ഓ, നീ ഇത് വെച്ചാണോ എന്നെ കുത്താൻ പോണേ? എന്നിട്ട് ആ പേനയും വാങ്ങി അവനിട്ടൊന്ന് കൊടുക്കും. അങ്ങനെ വീണ്ടും വീണ്ടും അടിക്കാൻ തുടങ്ങും. എന്നിട്ട് കിട്ടിയ അവസരത്തിൽ വീണ്ടും അടിക്കാൻ തുടങ്ങുമ്പോൾ അങ്ങനെ അടി കഴിഞ്ഞിട്ടും സിയോങ് ഇരുന്ന് ചിരിക്കുകയായിരിക്കും. രണ്ടാളും അടി കൂടി തളർന്നിട്ടുണ്ടാവും. അവിടെ പോലീസിൻ്റെ സൈറൺ മുഴങ്ങുന്നത് കേൾക്കാം. ആ നേരത്താണ് ബാക്കു അവിടെ എത്തുന്നത്. സിയോൺ, നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ യാങ്സൂനെ വിളിച്ച്, ഞാൻ വീണ്ടും ഫൈറ്റ് ചെയ്തടാ, സോറി. അവൻ അതിനുശേഷം ഫൈറ്റ് ചെയ്യില്ലെന്ന് തീരുമാനിച്ചതായിരുന്നു. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.